മാമാ അണ്ണാ അണ്ണാ അയ്യോ അണ്ണാ അയ്യോ അണ്ണാ അയ്യോ അണ്ണാ 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 അയ്യോ അണ്ണാ കണ്ണുറക്കണ്ണ അണ്ണാ ഞാൻ വെള്ളം എടുത്തോണ്ട് അണ്ണാ കണ്ണുറക്കണ്ണ അണ്ണാ മണിക്കൂട്ട അണ്ണാ അണ്ണാ ഓടിക്കൊണ്ട് പാടി അണ്ണാ പറ്റിപ്പോയി മക്കളെ, പറ്റിപ്പോയി. മാമനൊരു അബദ്ധം പറ്റിപ്പോയി. മാമനോട് ക്ഷമിക്കണം. ക്ഷമിക്കാം മാമ ക്ഷമിക്കാം. പോട്ട് വിഷമിക്കണ്ട. വയ്യായിക വന്ന് ആരായാലും ഇങ്ങനെ വീണ് പോകൂലേ. പിന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. പ്രശ്നം പ്രശ്നം തോന്നുന്നു. ഒരാൾക്ക് തലകറക്കം വരാൻ എന്തെങ്കിലും കാരണം വേണോ? നിസ്സാരം പറയും. അണ്ണ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലേ? സത്യത്തെ ഞാനങ്ങ് പേടിച്ചു പോയി. പേടിക്കണ്ട, അവരൊന്നും കേട്ടില്ല. എന്തോന്ന് കേട്ടില്ലെന്ന്? അതുണ്ടല്ലോ, നിങ്ങള് ഇപ്പൊ കേറി വന്നപ്പോഴേ ഞാൻ അവിടെ കൈ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന. അതെന്തിനാ പിടിച്ചോണ്ടിരുന്ന? ഞാന് യവക്ക് ഞാൻ കൊറേ ജീവിതോപദേശം കൊടുത്തോണ്ടിരിക്കായിരുന്നു. ഇങ്ങനെ പിടിച്ചോണ്ട് ജീവിതോപദേശം? അണ്ണൻ തന്നെ കയ്യിലൊക്കെ പിടിക്കുന്നത്? അത് ജീവിതോപദേശം അങ്ങനെ കൊടുക്കാൻ പറ്റും. അതായിരുന്നു മാമന്റെ സ്ഥിര ഉപദേശം ഇല്ലേ മാമനെ കൊണ്ട്. അണ്ണാ അണ്ണ എന്നെ ഒന്ന് നോക്കണം. അണ്ണാ ഇങ്ങോട്ട് നോക്കണം. അണ്ണാ എന്താ ആകെ ഒരു പരവേശവും ഒരു വിയർപ്പും ഒരു വല്ലായ്മ എല്ലാം കൂടെ. ഞാൻ നേരത്തെ നോക്കണം. നമുക്ക് ആശുപത്രി പോകാം. ഇല്ല, ആശുപത്രി പോകാനുള്ള അസുഖമൊന്നുമില്ല. എനിക്കൊന്നുമില്ല. ആ ചേച്ചിക്ക് എങ്ങനെ അറിയാം? എനിക്ക് അണ്ണനെ കുഞ്ഞുനാള് പോലെ അറിയുന്നല്ലേ. അണ്ണനെ അണ്ണ ഇവിടെ എന്തോ അങ്ങനല്ല അവള് പറഞ്ഞു വന്നതിന്റെ അർത്ഥം അതല്ല. അതായത് അവള് കുഞ്ഞുനാളായിട്ടിരിക്കുമ്പോ ഞാനും കുഞ്ഞുനാളാണല്ലോ. അങ്ങനെ അവളും ഞാനും കുഞ്ഞുനാളിലിരിക്കുന്ന കാലത്ത് അമ്പലത്തിൽ ഉത്സവത്തിന് പോയിട്ടുണ്ട്. അവൾ അന്ന് ആ കുഞ്ഞുനാളിൽ ഞാനും കുഞ്ഞുനാളിൽ ഇരിക്കുന്ന സമയത്ത് അവൾ എന്നെ കുഞ്ഞുനാളിലായിട്ട് കണ്ടിട്ടുണ്ട്. അതാ അവള് കുഞ്ഞുനാളിൽ നിന്ന് അങ്ങനെ പറഞ്ഞു വന്നത്. അല്ലാതെ ഞാൻ കുഞ്ഞുനാളിൽ വരുമ്പോ അവളെങ്ങനെ കുഞ്ഞുനാളിലാവും? മാമ മൊത്തത്തിൽ ഒരു കണക്ഷൻ കിട്ടുന്നില്ലല്ലോ മാമ. അതല്ലേ ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക്. ഒന്നുമില്ല, ഒരു തകരാറ് എവിടെയോ ഉണ്ട്. അങ്കളെ എനിക്ക് മനസ്സിലായി. മാമ ഇനി ഒന്നും പറയണ്ട, എനിക്ക് കാര്യം മനസ്സിലായി. ഇതേ മറ്റേ പ്രഷർ കൂടിയത്, ഹൈപ്പർ ടെൻഷൻ. ഭാഗ്യം. എന്തോന്ന് ഭാഗ്യം? അല്ല, വേറെ വലിയ വലിയ അസുഖങ്ങളൊന്നും വന്നില്ലല്ലോ എന്ന് പറഞ്ഞായിരുന്നു. അണ്ണ എന്തായാലും എണീര്, നമുക്ക് ആശുപത്രി പോയി ഒന്ന് സ്കാൻ ചെയ്യണം. വേണ്ട അതൊന്നും വേണ്ട. വേണ്ട നോക്കണ്ട. വേണ്ട, അത് വേണ്ട. ഞാൻ വരുന്നില്ല. എന്നാ ഒരു കാര്യം നീ പിടി. അണ്ണ എണീ, നമുക്ക് റെസ്റ്റ് എടുക്കാം. ചേച്ചി കൊടു. എന്ത്? നാരങ്ങൾ ഒപ്പിട്ട് കൊടു. കൊടുക്കാം. എല്ലാരും ഇവിടെ പിടിക്കണ്ട, നിങ്ങൾ വിട്. അല്ല, എന്നാ നീ ഇവിടെ, നിങ്ങൾ ഇവിടെ. അല്ലെ നീ ഇവിടെ പിടിച്ചു. നീ പിടിക്കണില്ലേ? നിങ്ങൾ വിട്ടേ, എവള് പിടി. എന്താ? അയ്യോ മാമ, ഞാൻ അങ്ങനെ വിടാനൊന്നും പറ്റൂല മാമ. പറഞ്ഞല്ലേ വീണാന്തി വീണ ഞാൻ ചത്തുപോയാലോ? മാമ ഇല്ലാതാവൂല മാമ. പതുക്കെ എന്തെന്ന് പറയാ എന്റെ കുഞ്ഞളിയാ, എനിക്ക് നിങ്ങൾ വിചാരിക്കുന്നതിന്റെ കൂട്ട് അസുഖമൊന്നും ഇല്ല. അസുഖമുള്ളവരെല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ പറയണത്. അണ്ണ ഇത് കുടി മാമ. കുടി അണ്ണ, കുടി. എന്നിട്ട് റെസ്റ്റ് എടു. പാവണ്ണേ, വിറയിലൊക്കെ ഉണ്ട്. കുടിക്കണം. കുടിച്ചിട്ട് പറ്റില്ലേ? എന്നാ ആശുപത്രി പോവാം. അണ്ണ
കുടിക്കന്നാ കുറച്ചും കൂടെ കുടിക്കേ. അല്ല നിങ്ങൾ പോയി റെസ്റ്റ് എടുത്തോ, ഞാൻ അണ്ണനെ നോക്കിക്കോളാം. അത് വേണ്ട, നിങ്ങൾ ഇവിടെ നിൽക്കും. നിങ്ങൾ ഇവിടെ നിൽക്കണം. ചേച്ചി ഇവിടെ നിൽക്കുമല്ലേ? അതെ. ചേച്ചി നിൽക്കിയല്ലേ, അത് മതി. അല്ല അത് വേണ്ട 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 വേണ്ട. അല്ല ഞാൻ നോക്കിക്കോളാം. എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിക്കോളാം. അണ്ണ ഒട്ട് പയ്യെങ്കിൽ അങ്ങനെ പറയുള്ളൂ, ഇല്ലെങ്കിൽ അണ്ണ അങ്ങനെ പറയാറില്ല. അതാ വേണ്ട വേണ്ടാത്തോണ്ടാ. എല്ലായിടത്തും എന്റെ കണ്ണൊന്നും എത്തണമെന്നൊന്നുമില്ല. ചേച്ചി ഇവിടെ നില്ല്, ഞാൻ ഇവിടെ നിക്കാം. അല്ലേ നിങ്ങൾ ചെല്ല്. ശരി, റെസ്റ്റ് എടുത്തോട്ടോ. നോക്കിക്കോളണം. നോക്കിക്കോളാം, എന്റെ 2 കണ്ണും ഉണ്ടാവും എന്റെ മേലെ. അത് തോന്നി. റെഡിയായി. കുടിക്കന്ന കുടിക്കന്ന കുടിക്കേ. അങ്കിൾ, ഞാൻ ഉറപ്പിച്ചു. ഇതത് തന്നെ, അവര് തമ്മില് പ്രേമം തന്നെടി. തോന്നിയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് കുഴപ്പം അല്ലേ? അല്ല, നീ നേരത്തെ പറഞ്ഞപ്പോ അത് കറക്റ്റ് അല്ലായിരുന്നു, പക്ഷെ എനിക്ക് തോന്നിയപ്പോ ഇത് കറക്റ്റ് ആണ്. പ്രേമം തന്നെ തന്നല്ല, കണ്ടുപിടിക്കണം നമുക്ക്. എടി, കൈ പിടിച്ചോണ്ടൊക്കെ ജീവിതം കൈമാറണേ ജീവിതോപദേശം. അങ്കിൾ, നമുക്കിത് കണ്ടുപിടിക്കണ്ടേ? ഉറപ്പ് വരുത്തണ്ടേ? ഉറപ്പ് വരുത്തണം. ആ, നീ നല്ലൊരു ഐഡിയ പറ. ഐഡിയ ഓ, ഇപ്പൊ നിന്റെ കുട്ടി തലയിൽ ഒരു ഐഡിയ ഇല്ല. ഞാൻ വല്ല ആയിരിക്കണോ നമ്മളിത് പറയാൻ നടന്ന് മെനക്കെട്ട് കണ്ടുപിടിച്ചേ. നീ ഒന്ന് ആലോചിച്ച്, നിനക്ക് വരും. ഞാൻ ആലോചിക്കട്ടെ. സമയം താ. അങ്കിൾ, പെട്ടിതപ്പൽ. പെട്ടി തപ്പണോ? ആ, അവര് കൊണ്ടുവന്നില്ലേ ഒരു ചുമന്ന കളർ ബാഗ്? അതിനകത്ത് നമുക്ക് തപ്പി നോക്കാം. മറ്റേ ഒരു സിനിമ ഉണ്ടല്ലോ, സിനിമ മറ്റേ വേലക്കാരിയെ കൊണ്ടുവന്ന് ഭാര്യയാണെന്നൊക്കെ പറഞ്ഞ വേലക്കാരിയായിട്ട് ഇങ്ങനെ കൊണ്ട് നിർത്തൂലേ ഒരു സിനിമ. അതിനകത്തുള്ളതുപോലെ വല്ല പണം വല്ലതും കിട്ടിയാല? മറ്റേ മോഹവല്ലി. ആ, വല്ലി വല്ലി. ആ, ഇത് വള്ളിയാവും. ദൈവമേ, ഐഡിയ ഉള്ള നീ തപ്പും. അപ്പൊ അങ്കിൾ പറഞ്ഞില്ലേ? അല്ല, ഞാനും വരാം, നീ തപ്പണം. പിന്നെ ഒരു കാര്യമുണ്ട്. ഇത് നമുക്ക് രണ്ടുപേർക്ക് മാത്രം തോന്നിയ ഒരു ഊഹമാണ്. അത് എല്ലാവരും ചെന്ന് കിടന്ന് പറഞ്ഞ് കൊളാക്കി നശിപ്പിക്കല്ലേ. ആ, ശരി. പ്രത്യേകിച്ച് മാമ ഇത് അറിയാൻ പാടില്ല. അല്ലെങ്കിൽ മാമ അറിയാൻ പാടില്ലല്ലോ അല്ലേ? അല്ലെങ്കിൽ മാമ അറിയാൻ പാടില്ല. ശരിയാണ്. ഞാൻ തോന്നും. വാ, തപ്പാം. മറന്നുപോയി. ബാഗ് ഇവിടെ വെച്ച്. അങ്കിളെ, ഇതിനകത്തൊന്നുമില്ല, ഡ്രസ് മാത്രമേ ഉള്ളൂ. നമുക്ക് പുറത്തു പോയി നോക്കാം. എങ്ങനെ ഒപ്പിച്ചത്? അതൊക്കെ ഒപ്പിച്ച് ഇങ്ങോട്ട് വാ. എന്റെ അടുത്ത് ആര് പറഞ്ഞില്ലല്ലോ? ആര് പറഞ്ഞില്ല? നീ അങ്ങോട്ട് വായിര അങ്ങോട്ട്. ഇതെന്തോന്ന്? ശ്രീകുട്ടി കാത്തിരിപ്പിന്റെ കൂട്ടുകാരി. ഓ, കവിത. കാത്തിരിപ്പിന് എന്ത് സുഖം, ഓഹോ, കാത്തിരിപ്പിന് എന്ത് സുഖം, പ്രാണപ്രിയന്റെ വരവും കാത്തിരിക്കാൻ എന്ത് സുഖം. അങ്ങനെ ഇരിക്കുന്നു. ഇപ്പൊ മനസ്സിലായോ നമ്മുടെ ഊഹാപോഹമൊന്നല്ലെന്ന്? ഊഹാപോഹമൊന്നുമല്ല, ഇതുള്ളത് നല്ല. നീ ആക്കി വായി. ദൈവമേ, അങ്ങോട്ടുള്ള വല്ല സംഭവം ഉണ്ടെന്ന് വായി. ഇത് മൊത്തം ഇത് തന്നെ. കവിത. കവിത? ആ, ഇത് മറ്റേ പ്രണയം അസ്ഥിക്ക് പിടിച്ചു കഴിഞ്ഞാൽ കവിത മണി വരെ പോലെ വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് അതുപോലെ എഴുതിയതാന്ന് തോന്നുന്നു. നീ ഫിലോസഫി പറയാതെ നീ ഇത്തിരി വായിരടി വേണേ. അവൻ ഇനിയും വന്നില്ല, ഇനിയും ഞാൻ കാത്തിരിക്കണം. എങ്ങനെ ഇരിക്കുന്നു? ആയിക്കൊണ്ട് വായി. നമ്മുടെ മാമനെ തന്നെ ഉദ്ദേശിക്കണ? അണ്ണൻ തന്നെ ആയിരിക്കും. നോക്ക്. വേറെ ആരെങ്കിലും ആണെങ്കിലോ? വിരഹത്തിൻ വേദന കൊഴിയാത്ത ശിശിരം. കൊള്ളാം കേട്ടോ. വലിയ വലിയ കടികട്ടി വാക്കുകളാണ്. കൊള്ളാം. അപ്പൊ ബാക്കിയുള്ള നോക്ക്. അങ്കിളെ, ഒരു വമ്പ സാധനം വേറെ അതിനകത്തിരിക്കണേ. ഓഹോ, വായി. അമ്മായി അപ്പനോട് ഒരു ചോദ്യം. അതായത് ഇത് മിക്കവാറും ആ പുലിതണ വീട്ടിൽ ഭാർഗവ പിള്ളയോടാണ് ചോദിക്കുന്നത്.
വായിക്കട്ടോ. അമ്മായിയപ്പനോടൊരു ചോദ്യം, എന്നമ്മായിയപ്പനോടൊരു ചോദ്യം. പ്രണയിക്കുന്നത് തെറ്റാണോ? എന്തിനാ ഞങ്ങളെ വേർപിരിച്ചു? എന്തിനാ ഞങ്ങൾക്കെതിരെ നിന്നു? ഒരു ചോദ്യം 5-6 ചോദ്യമല്ലേ? അല്ല, കവിത. മര്യാദ വേണ്ടി. പിന്നെ എന്നാലും സംഭവം കൊള്ളാം കേട്ടാ. ഇതത് തന്നെ അണ്ണൻ തന്നെ തേച്ചത്. നിന്റെ മാമൻ. മാമനാ? പിന്നല്ല ചിലപ്പോ വേറെ ആരെങ്കിലും ആയിരിക്കെങ്കിലോ? വേറെ ആയിരിക്കും. ആ ഷോ, ഇത്രയും വിഷമമെല്ലാം മനസ്സിൽ വെച്ചോണ്ടാണ് ആ ചേച്ചി ഇവിടെ നിക്കണത് അല്ലേ? ഈശ്വരോ, ആരാണെന്തോ ആ ചേച്ചിയെ ചതിച്ചത്. ഏവനാണെങ്കിലും ഗുണം പിടിക്കാതെ പോണേ. അണ്ണനെ പറ്റി ആരോ പറയുന്നുണ്ട്. ആയിരിക്കും, എന്നെ വലിയ ശപിക്കുന്നതായിരിക്കും. ഏയ്, എന്തായാലും ഞാനല്ല. പറ, അണ്ണന് ഓർമ്മയുണ്ടോ? എന്തോന്ന്? നമ്മള് പണ്ട് കളരിയിൽ വെച്ച്. എവിടെ ചുറ്റിയ റോബോട്ട് കയ്യിൽ വെച്ചാൽ ഇങ്ങോട്ട് ഫോട്ടോ ഫോട്ടോ കണ്ടാ. ഇതാണ് അവരെ തേച്ച അവൻ. ഇവനാ? ഇതൊന്നും ആയിരിക്കുള്ളൂ ചിലപ്പോ. പിന്നെന്തിനാ ഇതിന്റെ ഫോട്ടോ കാണാതെ വെച്ചിരിക്കുന്നത്? അതിന് ഇത് മോഹം വ്യക്തമല്ലല്ലോ. ഇത് നോക്കട്ട്. ഫംഗസ് വന്ന് ചില ഭാഗങ്ങളൊക്കെ ഇതൊന്നും ശ്രീകു. ഈ ശ്രീകു എന്ന് പറയണത് ശ്രീകുട്ടി. അപ്പൊ ഈ മാക്കു എന്ന് പറഞ്ഞാൽ ഏതോ മഹേഷ് കുമാറാണ് അല്ലേ? മഹേഷ് കുമാറാ? പിന്നല്ല കാര്യം. ഇതില് മാമന്റെ ചായ എങ്ങാനും ഉണ്ടാന്ന് നോക്കിയാണ് ഈ ഫോട്ടോയില്. അങ്ങോട്ട് നോക്ക്. അണ്ണന്റെ ചായ എന്തോന്ന്? മാമന്റെ. അപ്പൊ ഇനി ഇത് മണിക്കുട്ടനാണ്. മണിക്കുട്ടൻ മാക്കു. ശ്രീകു. ശ്രീകുട്ടി ശ്രീകു. ദൈവമേ, ഇതാത് തന്നെ. എടാ ഭീകരം മാമാ. എടാ അല്ല മാമാ. എന്നാല് ഇയാള് എന്നെ ഇത് ഇയാളെ മസിൽ പിടുത്തവും കൂടെ വാ. ഇത് കൊണ്ട് താത്ത പോയി എന്തൊക്കെ കാര്യങ്ങളെല്ലാം നമുക്ക്. നേരത്തെ എന്തൊക്കെയായിരുന്നു? പ്രണയം ഉണ്ടോന്ന് ചോദിച്ചപ്പോ കാറ്റ്, മഴ, മരത്തിനോട് പ്രണയം. മരത്തിന്റെ പേരായിരുന്നു ശ്രീകുട്ടി. വെറുതെ വിട്ടൂടാ. ഇത് ഉടൻ തന്നെ നടപടി എടുക്കണം. വാ വാ. അങ്കിളെ, നമ്മൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടേ പ്രതിയെ കിട്ടിയില്ലെങ്കിൽ എന്തോ പോലെ. നീ ഡെസ്പൊന്നാവണ്ട. ഏതാണ്ട് ഒരു പരിധി വരെ നമുക്ക് മനസ്സിലായല്ലോ ആളാരാണെന്ന്. എന്റെ അങ്കിളെ, നമുക്ക് ഈ അറ്റവും മൂലൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. ഈ കേസ് ക്ലോസ് ചെയ്യണമെങ്കിൽ മൊത്തത്തിൽ നല്ല തെളിവ് തന്നെ കിട്ടണം. കട്ടം കട്ടായിട്ട് നമ്മൾ കണ്ടുപിടിക്കും. ഇനി സാധനങ്ങൾ കിട്ടണം, തെളിവുകളെ. ശരിയാണ്. അമ്മോ നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു ഞാനറിഞ്ഞു, അതിനുള്ള വേദന ഞാനറിഞ്ഞു. ആ നല്ല കാലം ഒന്നും ഇനി വരാൻ പോകുന്നില്ല എന്റെ അണ്ണാ. അത് ശ്രീകുട്ടി, പിന്നീട് ഒരിക്കലും പ്രേമത്തോടൊരു പെണ്ണിനെ നോക്കാൻ പോലും വയ്യാത്ത വിധം നീ എന്നെ മാറ്റിമറിച്ച് കളഞ്ഞു. അണ്ണനൊരു കാര്യം അറിയോ? അറിഞ്ഞൂടാ. അണ്ണാ പറ. എനിക്ക് എത്ര എത്ര നല്ല ആലോചനകൾ വന്നെന്നറിയോ? എന്നിട്ട് അതൊക്കെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ തന്നെ അങ്ങ് മുടക്കി. മാക്കൂ, ശ്രീകു, മാക്കൂ, ശ്രീകു, മാക്കൂ, ശ്രീകു, ശ്രീകു, മാക്കു. That means
നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു ഞാൻ അറിഞ്ഞു, അതിനുള്ള വേദന ഞാൻ അറിഞ്ഞു. അമ്മോ നിന്നെ ഉറങ്ങിയില്ലേ? എന്താ ഇവിടെ ഇരിക്കണ? മേളി ഭയങ്കര ചൂട്. അവിടെ കിടന്നോളൂ, ഞാൻ പോട്ടെ. അണ്ണാ എന്താണ് അവിടെ ഇത്? രാത്രി കൈവിട്ട് കളിക്കണ കൊതുകടാ, കൊതുക ഭയങ്കര കൊതുക്. അണ്ണാ ഇങ്ങോട്ട് നോക്കണ. ഈ പാത്രം. ഹലോ അണ്ണാ 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 ആ ചേച്ചിയെ കാണാൻ ഇവിടെ വന്നില്ല. ഇവിടെ എന്താ നീ പറഞ്ഞേ? ആ ചേച്ചിയെ കാണാൻ റൂമിന്റെ ഫ്രണ്ട് വന്നിരിക്കണം. അനാവശ്യം പറയരുത്. ആ ഞാൻ അവളെ കാണാൻ വേണ്ടി ഒന്നല്ല വന്നത്. ശരി. ഈ കൊതുക് ശല്യം കാരണം എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അണ്ണ എന്തിനാ ഇവിടെ കിടന്നുറങ്ങണത്? മേളിച്ചൂട് അതുകൊണ്ട് താഴെ വന്ന് കിടക്കുകയായിരുന്നു. പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. ചേച്ചിയെ കാണാൻ വന്നല്ല. അല്ല എന്തൊരു വർത്താനോ മക്കളെ. ഞാൻ ഒരു കാര്യം കാണിച്ചേ ഇവിടെ ഇല്ലേ? എന്താ? ഞാൻ ഇപ്പൊ വിളിക്കാം. അയ്യോ വിളിക്കരുത്, ഉറക്കമുണ്ട്. ഉറക്കമായിരിക്കും. അറിയാലോ അറിയാലോ. അല്ല വിളിക്കണ്ട. മക്കളെ അല്ല അണ്ടാ അവളുറങ്ങി. എന്താ അണ്ണാ, അണ്ണൻ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. എല്ലാരും ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കായിരുന്നല്ലേ കള്ളൻ. ഞാനും ഞങ്ങളും. അണ്ണാ അവള് ഉറങ്ങി കാണും അല്ലേണ്ണ? അണ്ണന്റെ കൊതുകടിക്ക് ഇങ്ങോട്ട് നമുക്ക് മനസ്സിലായി കേട്ടോ അണ്ണാ. ഏട്ടി നാണം നോക്ക്. ഒരുമാതിരി. ചേച്ചി എന്ത്? ചേച്ചി ഉറങ്ങും? ചേച്ചി ഉറങ്ങണല്ലേ? ഉറങ്ങാൻ പറ. ഗുഡ് നൈറ്റ്. ഇങ്ങോട്ട് വേണം. അണ്ണ അവിടെ പോണ് ഉറക്കാൻ പോണം. അല്ല അവള് ഉറങ്ങിക്കോളൂ. കുറ്റിയിട്ടോ? കുറ്റിയിട്. അയ്യയ്യയ്യയ്യ അണ്ണ ഉറങ്ങി കൊടുക്കാൻ പോണ അണ്ണ കൂടെ. നിങ്ങള് പോയി കിടന്നുറങ്ങാം. നമ്മള് പോയി കിടന്നുറങ്ങണം. ഞാനിവിടെ കിടന്നോളാം. ഉറപ്പാ? ഇവിടെ തന്നെ കിടക്കുവോ? ഇവിടെ തന്നെ കിടക്കും. അവിടെ പോയി വിളിക്കാനല്ലേ? അല്ലല്ല ഒരിക്കലും ഇല്ല. എന്നെ വിശ്വസിക്കാം. അങ്ങോട്ട് അല്ല ഒരു കാര്യം പറയാം, പക്ഷെ അത് ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. നാളെ പറയും. നാളെ പറയും. എന്നാ നാളെ പറയാം. നിങ്ങൾ പൊയ്ക്കോ, വേറെ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. പറയുകയും ചെയ്യാം. നാളെ പറയും. തട്ടോ നമ്മള് പോകുമ്പോ? ഇല്ല, ഒരിക്കലും സത്യമായിട്ട് തട്ടത്തില്ല. ഇല്ല. കൊതുകടി ഉണ്ടോ? കൊതു പോയാ മൊത്തത്തിൽ?
നീ ഇവിടെ തന്നെ നിന്നോടി. അത് അല്ല ഇവളും കൂടെ അകത്ത് കിടന്നു. അല്ലല്ല ഓക്കെ പോയി കിടന്നുറങ്ങ. മക്കളില്ലേ ചെല്ലേ ധൈര്യമായിട്ടില്ലേ ചെല്ലു ചെല്ലിയാ. അണ്ണാ കൊച്ചു പിള്ളേരുള്ള വീടാണ്. അണ്ണ എന്തിനാ കാണിക്കണം? അല്ല ചെല്ലേ പിഞ്ചു കൊച്ചുള്ളതാണ്. വാ മക്കളെ അണ്ണ ഇവിടെ വന്നിരിക്കേ. ആ ഒരുമാതിരി കേട്ടാ കിടന്നിട്ടേ പോണുള്ളൂ കേട്ടാ. പാടി പെണ്ണേ നീ ചെന്നോണ്ട് ഉറങ്ങു പോ. അണ്ണാ